നമസ്കാരം. ഏപ്രിൽ മാസം 29, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുൻപ്, വളരെയധികം കൊട്ടിഘോഷിച്ച് കേരളത്തിൽ നിന്ന് ഒരു അരിക്കൊമ്പനെ നേരെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിൽ നിന്നും പെരിയാർ ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഒരു റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് ആനയെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുകയായിരുന്നു. മയക്കുവെടിയൊക്കെ വെച്ച് വളരെ സംഭവബഹുലമായിരുന്നു. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന, മണിക്കൂറുകളോളം ഓരോ ചാനലുകളും ലൈവ് സ്ട്രീം ചെയ്ത ഒരു വലിയ സംഭവം തന്നെയായിരുന്നു അരിക്കൊമ്പനെ നാടുകടത്തൽ. അങ്ങനെ നാടുകടത്തിയ അരിക്കൊമ്പൻ്റെ കഴുത്തിലെ റേഡിയോ കോളറിൻ്റെ സിഗ്നലുകൾ ഉപയോഗിച്ച് അരിക്കൊമ്പൻ സഞ്ചരിക്കുന്ന വീഥികൾ, അത് കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് നമ്മളുടെ വനപാലകരുണ്ടായിരുന്നു. അതിനുശേഷം ഈ അരിക്കൊമ്പൻ പതിയെ കേരള അതിർത്തി വിട്ട് തമിഴ്നാട് അതിർത്തിയിലേക്ക് കടക്കുന്നു, തിരികെ വരുന്നു. കഴിഞ്ഞ ദിവസം കുമളിക്കടുത്ത് വരെ എത്തി. കുമളി ടൗണിന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെ വരെ അരിക്കൊമ്പൻ എത്തിയതായ വാർത്തകളും വന്നു. ഇന്നിപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, പാൽരാജ് എന്ന് പറയുന്ന ഒരാൾ, കമ്പത്തുള്ള ഒരാൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ, കമ്പം ടൗണിലേക്ക് പരിഭ്രാന്തനായി ഇറങ്ങിയ അരിക്കൊമ്പൻ്റെ ആക്രമണത്തിൽ ബൈക്കിലുണ്ടായിരുന്ന ആ പാൽരാജ് താഴേക്ക് വീഴുകയും തലയ്ക്കും വയറിനുമൊക്കെ മാരകമായി ക്ഷതമേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു പാൽരാജിൻ്റെ മരണം. 57 വയസ്സ് മാത്രം പ്രായം. അദ്ദേഹം മരിച്ചു. അങ്ങനെ അരിക്കൊമ്പനെ ഒരു കൊലക്കൊമ്പനാക്കി നമ്മുടെ സർക്കാരും നമ്മുടെ അതോറിറ്റിയും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതും കേരളത്തിലല്ല, മറ്റൊരു സംസ്ഥാനത്ത്, മറ്റൊരു ജില്ലയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇനി നമുക്ക് നോക്കാം, ആരാണ് ഇതിന് ഉത്തരവാദികൾ? ആരൊക്കെയാണ് അരിക്കൊമ്പനെ കൊലക്കൊമ്പനാക്കി മാറ്റിയത്? നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം തന്നെയാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. PT-7 അവസ്ഥ നമുക്കറിയാം. PT-7 പിടികൂടുകയും തുടർന്ന് അതിനെ ആനക്കൂട്ടിലാക്കി അതിപ്പോൾ ഇണങ്ങിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ PT-7 എന്ന് പറയുന്ന ധോണി എന്ന് പറയുന്ന ആനയുള്ളത്. അപ്പോൾ ഈ രീതിയിൽ എന്തുകൊണ്ട് നമുക്ക് അരിക്കൊമ്പനെയും ഒരു കൂട്ടിലാക്കി ആ കൂട്ടിൽ പിടിച്ചിട്ട് അതിനെ മയപ്പെടുത്തി ഒരു നാട്ടാനയാക്കി മാറ്റിക്കൂടാ എന്നുള്ളൊരു ചോദ്യം അന്ന് പലരും ഉയർത്തിയിരുന്നു. അതിനിടയിൽ അരിക്കൊമ്പനെ പിടികൂടുന്ന ദൗത്യത്തിന് വിലങ്ങുതടിയായി ചിലരൊക്കെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. മൃഗസ്നേഹികളെന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു MLA പറഞ്ഞതുപോലെ, ഉത്സവപ്പറമ്പിൽ കാണുന്ന ഒരു ആനയ്ക്ക് ഒരു പഴം മേടിച്ചു കൊടുക്കാത്ത മൃഗസ്നേഹമുള്ളവരാണ് ഈ പറയുന്ന മൃഗസ്നേഹികളെല്ലാവരും. ഇവരെല്ലാം കൂടി ധൈര്യസമേതം ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അരിക്കൊമ്പനെ തുടരരുത്, തൊട്ടാൽ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നു. തുടർന്ന് മയക്കുവെടി വയ്ക്കുന്നു. 2-3 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 29-ാം തീയതി അരിക്കൊമ്പനെ പിടികൂടി ഒരു വലിയ ലോറിയിലേക്കാക്കി നേരെ പെരിയാറിലേക്ക് കൊണ്ട് തള്ളി. അവിടെ നിന്ന് റേഡിയോ കോളറിലുകൊണ്ട് അരിക്കൊമ്പൻ പോകുന്ന വഴിയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അരിക്കൊമ്പൻ യാത്ര ചെയ്തു. പലരും മകനെ മടങ്ങി വരൂ എന്ന് ഫേസ്ബുക്കിൽ ഹാഷ്ടാഗ് വരെ ഇട്ടിട്ടാണ് അരിക്കൊമ്പനെ സ്വീകരിക്കാൻ വേണ്ടി, ചിന്നക്കനാലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? അരിക്കൊമ്പൻ്റെ തുമ്പിക്കൈയിൽ, ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം തുമ്പിക്കൈയാണ്. ആ തുമ്പിക്കൈയിൽ ഒരു വ്രണമുണ്ട്, ഒരു മുറിവ് പറ്റിയിരുന്നു. അത് സാരമില്ല, നിസ്സാര പരിക്ക് മാത്രമാണ്. അത് മരുന്ന് വെച്ചാൽ മാറും, അതിനുള്ള താൽക്കാലിക മരുന്നൊക്കെ വെച്ചിട്ടാണ് വിട്ടത് എന്നൊക്കെയായിരുന്നു അന്ന് ഈ പറയുന്ന പോലെ വനം വകുപ്പിൻ്റെ വിശദീകരണങ്ങളല്ല. അതൊരു വ്രണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പുതിയ ചിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അരിക്കൊമ്പൻ പരിഭ്രാന്തനാണ് എന്നുള്ളത് നമ്മൾ ആ അടുത്ത ദിവസങ്ങളിൽ കമ്പത്ത് നിന്ന് വന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അത് വളരെ പരിഭ്രാന്തനാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് മറ്റൊരിടത്തേക്ക് പറിച്ചു നടപ്പെടുകയും അവിടെ നിന്ന് അലഞ്ഞു തിരിയുകയും ചെയ്യുന്ന ഒരാന, ഒറ്റയാൻ, അവ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ കണ്ട് നമ്മൾ സന്തോഷിക്കല്ല, വേദനിക്കുന്നുണ്ട്, അതോടൊപ്പം പരിഭ്രാന്തരാകുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുക? ഒരാളെ കൊലപ്പെടുത്തുക കൂടി ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന് ചോദിച്ചാൽ, കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ വ്യവസ്ഥകളാണ് അതിന് പ്രധാന പ്രശ്നം. നമ്മളുടെ വ്യവസ്ഥകൾ ഈ രീതിയിൽ വളച്ചൊടിക്കപ്പെടുകയും ആ ആനയെ ഈ രീതിയിൽ നാടുകടത്തപ്പെടുകയും അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തതിന് ഉത്തരവാദികൾ മൃഗസ്നേഹികളെന്ന് സ്വയം വിശേഷണങ്ങൾ വാരിച്ചൂടുന്ന നമ്മൾ തന്നെയാണെന്ന് നമുക്ക് കാണേണ്ടി വരും. ഇനിയിപ്പോൾ ആനയുടെ തുമ്പിക്കൈയിലേറ്റ മുറിവ്, ഇതിനെ പിടിച്ചാൽ തന്നെ ആനയുടെ തുമ്പിക്കൈയിൽ ഉണ്ടായിരിക്കുന്ന ആ വ്രണം ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇനി ആനയെ പിടികിട്ടാത്രത്തോളം കാലം അത് ആ വ്രണമായി തന്നെ തുടരും. അത് വർദ്ധിച്ചു വരും. ആനയുടെ ജീവിതം തന്നെ അപകടത്തിലേക്ക് ആവുകയും ചെയ്യും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി വരുന്ന കാലത്ത്. അതിപ്പോൾ ഉൾക്കാട്ടിലേക്ക് കയറി എന്നാണ് കമ്പത്ത് നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. അവർ മിഷൻ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു മിഷൻ അവിടെയും തമിഴ്നാട്ടിലും അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ ഇതിനെ വീണ്ടും മേഘമലയിലേക്ക് കൊണ്ട് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇനിയും നടത്താൻ പോകുന്നത്.
നമ്മളൊന്ന് ആലോചിക്കണമായിരുന്നു. കുറേ തവണ നമ്മൾ ഇരുത്തി ആലോചിക്കണം. വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. ഇനി ഇത് ആന തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ്നാട്ടുകാർ ഇനിയും കാര്യങ്ങൾ നോക്കിക്കോളും, നമുക്ക് തലവേദനയില്ല എന്ന് പറഞ്ഞ ഒരു വനം വകുപ്പ് മന്ത്രി കൂടി നമുക്കുണ്ട്. ഇതാണോ നമ്മളുടെ ഉത്തരവാദിത്വം? നമ്മളുടെ ചിന്നക്കനാലിലുണ്ടായിരുന്ന ആനയെ പെരിയാറിൽ കളയുന്നു, പെരിയാറിൽ തമിഴ്നാട്ടിലെത്തുന്നു, തമിഴ്നാട്ടിൽ ഒരാളെ കൊലപ്പെടുത്തുന്നു, അവിടെ ആകെ ഭീതികരമായ സാഹചര്യങ്ങൾ അത് സൃഷ്ടിച്ചു കൊണ്ടുവരിക്കുന്നു. ഒടുവിൽ അത് ഉൾക്കാട്ടിലേക്ക് കയറി. ഇനി അവർ വെടിവെക്കുകയോ കുങ്കിയാനയാക്കുകയോ എന്ത് വേണേലും അവർക്കുള്ള അധികാരം ഉണ്ട് എന്ന് നമ്മുടെ വനം മന്ത്രിയും പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വ്യവസ്ഥകളുടെ പ്രശ്നം. നമ്മളുടെ വ്യവസ്ഥകൾ ഒരു ദീർഘദൃഷ്ടിയില്ലാതെ ദീർഘവീക്ഷണമില്ലാതെ നടത്തുന്ന ചില മണ്ടത്തരങ്ങളാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെയും നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിലൊരു ദീർഘവീക്ഷണമില്ല. അത് നാടിൻ്റെ വികസനമാണെങ്കിലും ജനങ്ങളുടെ ജീവനാണെങ്കിലും നമ്മുടെ മൃഗങ്ങളുടെ ജീവനാണെങ്കിലും. ഇവിടെ കുറേ മൃഗസ്നേഹികളുണ്ട്. ആ മൃഗസ്നേഹികൾ വെറും കാപട്യമാണ് ആ മൃഗസ്നേഹികളുടെ ഉള്ളിലുള്ളത്. ആത്മാർത്ഥമായ സ്നേഹമൊന്നുമില്ല. മകനെ മടങ്ങി വരൂ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതുന്നതിൽ മാത്രം ഒതുങ്ങുന്ന മൃഗസ്നേഹം. അല്ലായിരുന്നെങ്കിൽ ഈ ഒരു തരത്തിൽ ഈ ആനയെ ഈ രീതി നാട് കടത്തേണ്ടി വരുമായിരുന്നില്ല. ഇതിനെ കൊണ്ടുവരാം, നാട്ടിൽ പിടിക്കാം, അതിനെ കൂട്ടിലിട്ട് ഇണക്കി വളർത്താം, ഇണക്കി അതിനെ നോക്കിക്കൊണ്ടുപോകാം, ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോൾ ആ ആനയുടെ നമ്മുടെ അരിക്കൊമ്പൻ്റെ മേലേക്ക് ഒരു കൊലപാതകി എന്നുള്ളതിൽ ഒരു കൊലക്കൊമ്പൻ പട്ടവും കൂടി ചാർത്തി കൊടുത്തതും നമ്മൾ തന്നെയാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ്.